തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വെടിക്കെട്ട് എന്ന് പറയുന്നത് അതൊരു ഹരമാണ്. ഓരോ തവണയും വെടിക്കെട്ട് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണിത് മുകളിൽ പോയി പൊട്ടി വിരിയുമ്പോൾ ഇങ്ങനെ കളറൊക്കെ വരുന്നത്, എങ്ങനെയാണിത് വിരിയുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം എന്ന് കരുതിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് വെടിക്കെട്ടുണ്ടാകുന്നതെന്ന്. മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണ പാറമേക്കാവിനും തിരുവമ്പാടിക്കും വെടിക്കെട്ടൊരുക്കുന്നത്. ചരിത്രത്തിലാദ്യമായി 2 കൂട്ടർക്കും ഒരു ലൈസൻസി. വെടിക്കെട്ടെന്ന് പറയുന്നത് ഒരു താളാത്മകമാണ്. ആദ്യം വളരെ പതിയെ തുടങ്ങി പിന്നീട് അതൊരു കൂട്ടപ്പൊരിച്ചലിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഓലപ്പടക്കങ്ങളിലാണ്. ഈ ഓലപ്പടക്കം ഉണ്ടാക്കി അതിനുശേഷമാണ് പിന്നീട് സൗണ്ട് കൂടുതലുള്ള മറ്റ് ഇനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അളവ് കുറച്ചും വരുന്നിടും, അതിനുള്ള പൊട്ടുണ്ടാവും. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ ഏറ്റവും വലിയ തുടക്കം ഇത് തന്നെയാണ്, പടക്കം. ഫസ്റ്റ് ഇതെല്ലാം കത്തിക്കുക, എന്നിട്ടാണ് മറ്റേലൊക്കെ പോവുക. ഓലപ്പടക്കത്തിനിടയിൽ നിലയമുട്ടുകളും ചെറിയ ഡൈനകളും വെക്കും, വെടിക്കെട്ട് കളറാക്കാൻ വേണ്ടി. ഇവിടെയാണ് അമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ബോളിനകത്ത് മരുന്ന് വെച്ച് ടൈമർ വെക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ചേട്ടാ, നമ്മൾ ഈ വെടിക്കെട്ട് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഇത്രയും ഹൈറ്റിൽ പോയി പൊട്ടണമെന്നുള്ളത്. ഇതിന്റെ ഗുട്ടൻസ് എന്താണ്? ഇതാണ് അതിൻ്റെ ടൈമിങ്. ഈ സാധനം നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെയുള്ള സാധനത്തുമൊക്കെ ഉണ്ടാവും. ഹൈറ്റ് കൂടുമ്പോൾ സൗണ്ട് കുറയുക, ഹൈറ്റ് കുറച്ച് വെച്ചാൽ സൗണ്ട് കൂടും. ഇത് പൊട്ട് സൗണ്ട് ഉണ്ടാവാത്ത സാധനമാണ്. ഇത് അമിട്ട് വിരിച്ചിലുള്ള സാധനം, വിരിയണ സാധനത്തിൻ്റെയാണ് ഇത്. ഓരോ വർണ്ണത്തിലുള്ള അമിട്ടുകൾക്കും വേണ്ട മരുന്നുകളും കളർ ഗുളികകളും കൃത്യമായി തയ്യാറാക്കുന്നു. ഓരോന്നിലും എത്ര ഉയരം പോകണം, നിറമെന്ത് എന്നുള്ളവയെല്ലാം തൊഴിലാളികൾ നിശ്ചയിക്കുന്ന പോലെയാണ്. ഇതാണ് അമിട്ട്. ഈ തൊട്ടിക്കകത്ത് മരുന്നിട്ട് ഈ തിരി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഈ സാധനം ഇതിന് മുകളിൽ കയറ്റി വെക്കുക. ഈ അമിട്ട് ഇതിന് മുകളിൽ കയറ്റി വെച്ചിട്ട് ഈ തിരിനെ നമ്മൾ ഇതിന് മുകളിലേക്ക് വെച്ച് കെട്ടിവിടും. പല ടൈപ്പിൽ വരുന്നത് എങ്ങനെയാ? പല കളറിലെ ഗുളി, ഇത് വെള്ളയാണ്. പല ഗുളികകളുമായിട്ട് അമിട്ടുകളുണ്ട് ഇതിൽ. ആകാശത്ത് പോയിട്ട് പല വർണ്ണങ്ങളിൽ അമിട്ട് വിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മഞ്ഞ കളറിൽ വിരിയുന്ന അമിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളയുണ്ട്. അതുപോലെ തന്നെ പല കളറിലുള്ളതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഓരോന്നിൻ്റെ മുകളിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തയ്യാറാക്കിയ അമിട്ട് ഈ കുറ്റിയിലാണ് ഇറക്കി വെക്കുന്നത്. ഈ കുറ്റിയിൽ ഇറക്കി വെച്ച ശേഷം അതിന് തിരികൊളുത്തുന്നു, മുകളിലേക്ക് പോയി പൊട്ടുന്നു. എല്ലാവർക്കും കാണാൻ വളരെ നയനമനോഹരമായൊരു കാഴ്ച. സസ്പെൻസ് ഐറ്റങ്ങളും ഇത്തവണ ഏറെയുണ്ട്. പ്രാവശ്യം നമ്മൾ ഡാൻസിങ് അമ്പർല, ആകാശത്ത് നമ്മൾ കൊടകൾ മാറും. അതാണ് സ്പെഷ്യലായിട്ട് പ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. എന്തായാലും സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. കാണാൻ പോകുന്ന വെടിക്കെട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. നമുക്ക് പൂരപ്പറമ്പിൽ കാണാം. മൽഗൂർ സി മോഹനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.